പന്നികൾ കൂട്ടം കൂട്ടമായി വരുവേ ആനാ സിംഗം സിംഗിളത്താൻ വരുവേ യെസ് இந்த பாரு அந்த டே மட்டுமல்ல ஒரு மாசத்து பில்லு கிடைச்சாச்சு போனுக்கு அப்புறம் பில்லு இந்த சிவாஜிக்கு அப்புறம் எவன்டா ഈ നമ്പറിന്റെ കഴിഞ്ഞ 3 മാസത്തെ ഇൻകമിംഗ് ഔട്ട് ഗോയിങ് കോളുകളുടെ ഡീറ്റെയിൽസ് വേണം. ഞാൻ ഈ വെസ്റ്റിലെ CI ആ. ഈ നമ്പറിന്റെ പ്രിന്റ് ഡീറ്റെയിൽസ് ഇപ്പോ ഒരു CBI ഓഫീസർ വന്ന് വാങ്ങിച്ചു പോയതേ ഉള്ളൂ സർ. CBI നമ്മളെക്കാൾ ഒരുപടി മുമ്പിലാണല്ലോ ബൽറാമേ. பரவாயில்ல சார், நம்ம லேட்டா சென்றாலும் லேட்டஸ்டா வருவேன். நான் ஒரு தடவை சொன்னா 150 தடவை சொன்ன மாதிரி. സാറിന്റെ നിഴൽ പോലെ എന്നും കൂടല എന്നോട് ഒരുമാതിരി ദേവസ്വം മന്ത്രി സംസാരിക്കുന്ന എന്നോട് സംസാരിക്കരുത്. സാർ എന്റെ കറുപ്പാ പെത്തെ. നിന്റെ അച്ഛന്റെ പേരെന്നാ? കുമാരൻ. അല്ലാതെ മമ്മൂട്ടി ഒന്നല്ലോ. എങ്ങനെ ഉണ്ടാവുള്ളൂ? യാറ് അല്ല ബാരാ സാറെ പ്രതി ജനാർദ്ദനൻ, ചീഫ് എഡിറ്റർ ഫ്രെയിം ന്യൂസ് സിനിമ വാരിക. നടി സഞ്ജനയും ജനാർദ്ദനുമായിട്ട് എന്താ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എന്തിനാ കുട്ടിയെ കുറിച്ച് നിരന്തരം ഇങ്ങനെ ഗോസിപ്പുകൾ എഴുതിയുണ്ടാക്കിയത്? ഗോസിപ്പോ? ഫ്രെയിം ന്യൂസിലോ? സത്യം സത്യമായിട്ടേ ഞങ്ങൾ എഴുതാറുള്ളൂ. ഇത്ര സത്യസന്ധനായ ജനാർദ്ദൻ എന്തിനാ വിമൽ റോയെ കൊന്നത്? ഞാനോ? യെസ്, താൻ തന്നെ. തന്റെ മൊബൈൽ ബില്ലിന്റെ കോപ്പി. വിമൽ കൊല്ലപ്പെട്ട ദിവസം 6 പ്രാവശ്യം താനൊരു മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ആ നമ്പർ വിമലിന്റെ പ്രീപെയ്ഡ് കണക്ഷൻ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. വിമൽ കൊല്ലപ്പെട്ട ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ താൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചു. ശരിയല്ലേ? ഞാൻ കൂടുതൽ തപ്പിത്തടയേണ്ട മിസ്റ്റർ ജനാർദ്ദനൻ. തന്റെ മൊബൈൽ ബിൽ ഇതിനെല്ലാം തെളിവാ. ഇനി പറ, താൻ കേരള പോലീസിനോട് പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് വിമൽ ഫോട്ടോകൾക്ക് 10 ലക്ഷം രൂപ ചോദിച്ചു. എന്നിട്ട് CBIയിൽ 3-ാം മുറ ഇല്ലെന്ന് വല്ല ധാരണയുണ്ടെങ്കിൽ അത് വേണ്ട. അതുകൊണ്ട് സത്യം തുറന്നു പറയുന്നതാ നല്ലത്. ഞാൻ പറയാം മേഡം. ആ ചെറുപ്പക്കാരനെ കണ്ട ശേഷം ഞാൻ കൂടുതൽ ആലോചിച്ചു. ആ ചിത്രങ്ങൾ പണം കായ്ക്കുന്ന മരമാണ്. വാരികയുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ അതുപയോഗിക്കാം. ഞാൻ അയാളെ തിരിച്ചു വിളിച്ചു. പല പ്രാവശ്യം വിളിച്ചപ്പോ ഹൈവേയിൽ മണ്ണുത്തിക്കടുത്ത് ആളൊഴിഞ്ഞു കിടക്കുന്ന പഴയ ഓട് ഫാക്ടറിയിലെത്താൻ അയാൾ പറഞ്ഞു. അതനുസരിച്ച് ചോദിച്ച പണവുമായി ഞാൻ അവിടെ എത്തി. ആ നേരത്തെ പരിഭ്രാന്തിയിൽ ആദ്യം തോന്നിയത് പോലീസിന് വിവരം അറിയിക്കാനാ. ഞാൻ വിളിച്ച് വിവരം പറഞ്ഞു. പക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച ആ കോളിന് തൊട്ടു മുൻപും അതിനുശേഷവും ജനാർദ്ദനൻ ഒരു മൊബൈലിലേക്ക് വിളിച്ചിരുന്നല്ലോ. അതാരെയാ? അത് പിന്നെ എന്റെ ഭാര്യ ലളിതാബായിയുടെ നമ്പറാ. സത്യത്തിൽ അവളാ എന്നോട് പോലീസിൽ വിവരം അറിയിക്കാൻ പറഞ്ഞത്. ഭാര്യ എന്ത് ചെയ്യുന്നു? അവളൊരു ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുക. പൂങ്ങുന്നതിനടുത്ത് ലളിതാബായ് ആയുർവേദ സെന്റർ. ഓക്കെ. വിമലിന് നൽകാനുള്ള പണം എവിടുന്നാ കിട്ടിയത്? അത് പിന്നെ എന്റെ ഭാര്യയുടെ പേരിലുള്ള ഹോസ്പിറ്റൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് കിട്ടിയത്. ഏത് സ്വകാര്യ സ്ഥാപനം? റെഡ്ഡിയർ ഫൈനാൻസിയേഴ്സ്. എന്നാ പണം വാങ്ങിയത്? അത് അന്ന് തന്നെ, ആ പയ്യൻ മരിച്ച ദിവസം. അതായത് മെയ് 5-ന്. റെഡ്ഡിയർ ഫൈനാൻസിന്റെ നമ്പർ എന്ന് പറഞ്ഞു പറയൂ. 0487. എനിക്ക് നല്ല ഓർമ്മയില്ല മേഡം. മൊബൈലിൽ ഫീഡ് ചെയ്തിട്ടുണ്ടാവും, ഒന്ന് നോക്കിയേ. 263355. അപ്പൊ കാണാപ്പാട് അറിയാവുന്ന നമ്പറാ, അറിയില്ല എന്ന് പറഞ്ഞതല്ലേ? ഹലോ, റേഡിയോ ഫൈനാൻസസ്. ദിസ് ഈസ് നന്ദിനി വർമ്മ ഫ്രം CBI. മെയ് 5-നോ അതിനു മുൻപോ അങ്ങനെ ഒരു ലോൺ മിസ്റ്റർ ജനാർദ്ദനൻ എടുത്തിട്ടില്ല. പിന്നെ എവിടുന്ന വിമലിന് കൊടുക്കാനുള്ള പണം കിട്ടിയത്? അത് ഞാൻ പറയാം. 10 ലക്ഷം രൂപയായിട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് താൻ പണമില്ലാതെ പോയി വിമലിനെ വകവരുത്തി ആ ഫോട്ടോസ് കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം. അവിടെ എത്തിയപ്പോ കണ്ടത് സഞ്ജനയുടെ കുത്തേറ്റ് കിടക്കുന്ന വിമലിനെ.
പിന്നെയല്ല എളുപ്പം കഴിഞ്ഞു. വിമലിനെ കൊന്നിട്ട് സഞ്ജന അയാൾക്ക് കൊടുത്ത പണവുമായി ഈ ജനാർദ്ദനൻ പോന്നു. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ ആ പണം കണ്ടിട്ട് കൂടിയില്ല. നിഷേധിക്കണ്ട. സംഭവം നടന്നതിന്റെ പിറ്റേന്ന്, അതായത് മെയ് 6-ന് റെഡ്ഡിയാർ ഫൈനാൻസേഴ്സിൽ തന്റെയും മഞ്ഞപത്രം ഫ്രെയിം ന്യൂസ് പ്ലഡ് ചെയ്ത് വർഷങ്ങൾക്ക് മുൻപെടുത്ത 6 ലക്ഷം രൂപയുടെ പലിശയും കൂട്ടുപലിശയടക്കം താൻ സെറ്റിൽ ചെയ്തു. ശരിയല്ലേ? കൂടുതൽ തെളിവുമായി ഞങ്ങൾ വരുമ്പോ താൻ ഇവിടെ തന്നെ കാണണം. ഓക്കെ? ഓ, ഇതിൽ ഇവിടുന്ന് സമ്മതിക്കണം. സാറേ, അവരിപ്പോ വന്നിട്ട് പോയി. എന്നെ പിടിച്ച് കുറെ കൊടഞ്ഞു. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. സാറിന്റെ പേര് ഞാൻ പറയൂ. അവരുടെ വണ്ടി ഒരു ഇന്നോവ, ബ്ലൂ കളർ, KL 01 AH 1362. ശരി, ഓക്കെ. ഓ ഈശ്വര, ഇത് ഞാൻ ഓക്കെ തരാം. സത്യം സാറേ, ഞാനാ വിമൽകുമാർ. സോറി, കോൺസ്റ്റബിൾ ബൽറാം. നീയൊക്കെ ഞങ്ങളുടെ സഞ്ജന മേടത്തെ കുടുക്കുമല്ലേ? ആരോ വിളിച്ചിട്ട് വന്ന മാതിരി. സ്റ്റുപ്പിഡ്. കീപ് ഇറ്റ് അപ്പ്.